അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാൽ വോൾട്ട് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി തന്നെ അതിനകത്ത് കുറേ അധികം എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട് സംഭവം കണ്ടിട്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് പാൽ വോൾട്ട് എന്ന് പറഞ്ഞ ലോകത്തേക്ക്. ഇനി ഇവിടെ ആയിരിക്കും നമ്മുടെ നശിപ്പിക്കാൻ പോകുന്നത്, ഈ ലോകമായിരിക്കും നമ്മൾ ഇനി കീഴടക്കാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ, അല്ലേ? ഹോർമോൺസ് ഇടും. അതെ. ഇതെന്താ സംഭവം? ഇതെന്താ ഈഗിളാ? ഇവിടെ എന്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ എങ്ങനെ ഇവിടെ എന്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഈഗിളുടെ കാര്യം കിടലല്ലേ? വേൾഡ് തീർന്നു, തേഞ്ഞൊട്ടും വേൾഡ്. പിന്നെ വേൾഡ് മറ്റേ പ്രേതബാധ ഒഴിപ്പിക്കുന്ന മറ്റേ ഇവിടെ കോഞ്ചറിങ്ങുള്ള ആൾക്കാർ വന്ന് ഒഴിപ്പിക്കാൻ പറ്റൂ നിന്റെ മോന്ത. അതെ, അബാൻഡൻ സിറ്റിയാ. സിറ്റി അല്ല, എടാ ഇവിടെ ഒരു പെങ്കൊച്ചിരിക്കുന്നു. പിന്നെ വൈൽസ് ഇൻ someone who didn't sting. അളിയാ നമ്മളല്ല സീനില്ല. Sting of a pals washed up here. Oh, some basic supplies ഒക്കെ. A few moments later. എന്താ പറഞ്ഞിട്ടുണ്ട്, സംഭവം എന്താന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്താ കുഴപ്പമില്ല, കാണാനൊക്കെ പിന്നെ തൂക്കി എടുത്തോളാം. എടാ ചേച്ചി നമ്മൾ കുറച്ച് സപ്ലൈസ് തന്നു, നമ്മൾ ചത്തുപോയിരിക്കാൻ വേണ്ടി. പാൽസ് നമ്മളെ അടിച്ചു കൊല്ലായിരിക്കാൻ വേണ്ടി. എനിക്ക് 10 ഉഡം കണ്ട് തന്നു. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ പാലിന്റെ ലോകം. പാലിറക്കാൻ എടാ പാല് ഇറക്കാനൊക്കെ പറ്റും. വാ ഇങ്ങോട്ട് വാ. തിളങ്ങുന്ന എടുക്കാം. ഡയമണ്ട് ഡീസ് ആണ്. അല്ലല്ല, അത് പാല് പാല് പാല്. നിനക്ക് പാല്, എനിക്ക് പാല് കിട്ടി. എനിക്ക് പാല് കിട്ടി. എനിക്ക് പാല് കിട്ടി. യെസ് യെസ് യെസ്. ഞാൻ ഇപ്പൊ ഒരു പാലിനെ പിടിച്ചോണ്ട് വരാം. ഞാൻ പോയി പാല് ഇറന്നിട്ട് വരാം. ഇവിടെ ഇവിടെ ഉണ്ട് പാല് ഇറക്കാൻ. ചാർസാട് കണക്കത്തിന് പാല്. മിൽക്ക് താങ്ങ. ഹലോ അണ്ണാ, എനിക്ക് പാൽസ്പീറിട്ടി. അതിനെ പിടിക്കുക. അതിനെ കൊല്ലല് പകുതി ഹെൽത്ത് ആക്കണം. പകുതിയല്ല, ഇനി കുറച്ച് ഹെൽത്ത് ആക്കണം. എന്നിട്ട് അറിയാം. ഇടിക്കണം ഇടിക്കണം. എനിക്ക് എന്നെ മാതി അടിക്കുന്ന എന്നെ മാതുന്നടാ സാധനം. അയ്യോ, അതിനെ കൂട്ടക്കള വരുന്ന എന്നെ കൊല്ലേ. ഓടിക്കോ, ഓടിക്കാതെ നിക്കണ്ട. പിടിച്ച് 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 അവിടെ നിക്കണ്ട, ഓടിക്കോ. ചത്ത് കഴിഞ്ഞാ തേയും നീ. ഇല്ലേ പിടിച്ച്. എടാ ഇതെന്തോന്ന് ഓടി വരുന്നുണ്ട്? എന്നെ അടിക്കാനാണ്? അല്ലല്ല, ഞാൻ വിചാരിച്ചു എന്നെ അടിക്കാൻ. എന്നെ അങ്ങനെ ഞാൻ പിടിച്ചു. പിന്നെ അല്ല, നമുക്ക് ഇതില് നമുക്ക് മൈൻക്രാഫ്റ്റ് കണക്ക് തന്നെ നമുക്ക് മരവും കാലൊക്കെ മുറുക്കിയിടൊക്കെ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് മൈൻക്രാഫ്റ്റ് കണക്ക് തന്നെ ഒരു വേറൊരു ടൈപ്പ്. A few moments later. ഇതാ ഈ ബെഞ്ച് കണ്ട. കല്ലെടുത്തിരുന്ന എനിക്ക് സ്റ്റോൺ തന്നു. കല്ലെടുത്ത് തരട്ടെ. ഈ ഞാൻ അതിനെ ഇറക്കി വിടാം അല്ലേ? ഞാൻ ഇറക്കി പോയി കല്ലെടുത്തിട്ട് നിങ്ങളും പോട്ടോ. ഇതിനകത്ത് നിനക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. അതങ്ങനെ സെലക്ട് റെസിപ്പി. ഓക്കെ, എനിക്ക് ഇപ്പൊ എനിക്ക് ടോർച്ച് ആണുള്ളൂ. പിക്കാക്സ് എനിക്ക് 5 സ്റ്റോൺ വേണം അല്ലേ? ഓക്കെ. ഇനിയുള്ള ജേണിക്കകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഓപ്പൺ ദ ടെക്നോളജി സ്ക്രീൻ ഫ്രം ദ മെനു ടു അൺലോക്ക് പാൽ ബോക്സ്. അടി ഉണ്ടാക്കുന്ന ഞാൻ വിളിക്കട്ടെ, കൊച്ചിനെ വിളിക്കട്ടെ. ഞാൻ വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് ടെക്നോളജി ടാബിൽ പോയിട്ട് നമുക്ക് പാൽ എന്തോന്ന് നമുക്ക് പാൽ ബോക്സ് നമുക്ക് എന്നെ അടിക്കുന്നോ? അത് നിന്റെ പന്നി എന്നെ അടിക്കുന്നു. അപ്പൊ ഇതേ അത് മൊണ്ണ. നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ ആയിട്ട് സ്റ്റോണും കാലൊക്കെ വേണം. അവരത് അവിടെ സ്റ്റോൺ എന്തൊക്കെ വേറെ ചെയ്യുന്നുണ്ട്. നീ ജേർണിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. നമ്മൾ നിക്കുന്നുണ്ട അമ്പല നടയില തേൻമുറക്ക. ഇതിനകത്ത് നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ ഈ ഓരോ വേറെ ഇവന്മാരല്ല, വേറെ കുറെ പവർഫുൾ ആയിട്ടുള്ള സാധനമുണ്ട്. സോ അവരെയൊക്കെ നമുക്ക് പിടിക്കണം. പിടിച്ച് നമ്മള് പണി എടുപ്പിക്കും അവരെ കൊണ്ട്. ശരിക്കും പാൽ ബോക്സ് എന്തുവാടാ? നമുക്ക് അറിഞ്ഞൂടാ. ശരിക്കും പാൽ ബോക്സ് എന്തുവാണ് അറിയത്തില്ല. ഇനി പാലിനെ പിടിക്കുന്ന ബോക്സ് വല്ലാണ് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ വേണം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. കളിച്ചവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക. ആകെ നിങ്ങൾക്ക് അറിയുന്ന മിൽമയുടെ പാലാണ് ഗൈസ്. അത് മിൽമ, എനിക്ക് പശുപാല അറിയാവുന്ന. പണിയെട് ഇടാ കൊണ്ട് വെട്ട് കുത്ത് വന്ന് ഗൈസ്. എന്തായാലും നമ്മള് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഒരു കുളിക്കല്ലേ, ഈ ആറൊക്കെ നശിപ്പിക്കല്ലേ നമ്മള് കുളിച്ചിട്ട്, അല്ലേ? വേണ്ട
അതെ എടാ അടുത്ത് ഇനി രാത്രി വരുന്നു നമ്മൾ ചാവരുത്. എടാ കുറെ സാധനങ്ങൾ രാത്രി ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജേർണിയിലാന്ന് നോക്കി കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ക്ലോത്ത് ഔട്ട്ഫിറ്റ് ആൻഡ് എക്യുപ്മെന്റ് ടു പ്രിപ്പയർ ഫോർ ദ ചില്ല് ഓഫ് ദ നൈറ്റ്. അപ്പൊ തണുപ്പടിക്കും അപ്പൊ നമ്മള് ക്രാഫ്റ്റ് ചെയ്യണം. ക്ലോത്ത് ക്രാഫ്റ്റ് ചെയ്യണം. പൊന്നി മോനെ മതി കേറ്. എടാ എനിക്ക് ഓറ് കിട്ടിയടാ, എനിക്കൊരു ഓറ് കിട്ടി. പിന്നെ ഫ്രാഗ്മെന്റ് കിട്ടി 2 എണ്ണം. ആവശ്യം വരും. സ്റ്റോണ് 17 പിന്നെ അല്ലേ എന്റെ കൊച്ചർക്കൊക്കെ സൗരാതെ കട്ടി പണി എടുക്കുന്നത്. പിന്നെ അല്ല അന്നാടാ പിള്ളേരെ കണ്ടുപടി. എനിക്ക് ഞാൻ എന്തൊരു തിന്നും പഠിച്ച് നമുക്ക് ഫുഡ് ഉണ്ട്. ഇതൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമോ? റെഡ് ബെറീസ് നമുക്ക് അത് കഴിച്ചേക്കാം, കൺസ്യൂം ചെയ്തേക്കാം. ഇവിടെ ഒക്കെ പാവട ചത്തി അടക്കുന്നത് മോനെ അത്താ നൈറ്റ് ആയി വരുന്നുണ്ട്. എനിക്കൊന്ന് രാത്രി മൈൻക്രാഫ്റ്റിൽ കണക്ക് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ടല്ലേ. എടാ ഹംഗ്രിയടാ, ഞാൻ എന്തൊരു ചെയ്യണം? എനിക്ക് ഫുഡ് വേണം. ഫുഡിന്റെ അകത്ത് എനിക്ക് അറിയില്ല. സക്കീർ ഭായി അവിടെ പോയി ചോദിക്കും. സക്കീർ ഭായി പോടാ പന്നി, നിനക്ക് എന്നെ അറിഞ്ഞൂടാ. എനിക്ക് ഫുഡ് പയ്യെ പോവാൻ. എടാ നൈറ്റ് എനിക്ക് പയ്യെ ചാടാൻ പറ്റത്തില്ല. എനിക്ക് ഇനി കാരണം എന്താ അറിയോ? ഫുഡില്ല. ഞാൻ ഓവർലോഡഡ്. എന്റെ ഞാൻ ഫുള്ള് പറക്കി ഞാൻ ഇതായി. ഇങ്ങോട്ട് വാ, ഞാൻ വരുന്ന സ്ഥലത്ത് പന്നി. ഒന്ന് കാണാൻ വയ്യ നമുക്ക്. അതെ ഞാൻ ഒരു ആക്സും കൂടെ ഉണ്ടാക്കട്ടെ. സ്റ്റാർട്ട് പ്രൊഡക്ഷൻ. അയ്യോ ഇവൻ അതിന്റെ അടുത്തറ ആര്? എന്റെ കൊച്ചിറക്കന്. നീ എടുത്തല്ലേ? സ്റ്റോൺ ആക്സ് ഞാൻ ഉണ്ടാക്കി. നിനക്ക് എടാ നമുക്ക് രണ്ടു കൂടെ സഹായിക്കാൻ പറ്റും കേട്ടാ. ഉണ്ടാക്കാന്ന് വെച്ച് എഫ് ഒക്കെ റെസിപ്പി. എനിക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ. എടാ ഇങ്ങനെ വർക്ക് ചെയ്തേ. എഫ് വെക്കാതെ നീ. ഞാൻ ഇമോട്ട് ഇടട്ട്. ഇങ്ങോട്ടാ കോഴിക്കോട്ടാ എന്തൊക്കെ ഉണ്ട്? സുഖം തന്നെയല്ലേ? അതെ കോഴിക്കോട്ടാ നിന്റെ ഇറച്ചി എനിക്ക് വേണം. കോഴിക്കോട്ടാ അതെ കോരിനെ പോലും വെറുതെ ഇടരുത് കേട്ടോ. എടാ ഇറച്ചി വേണം, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് അതുണ്ടാ ഏതെടാ ഇതുണ്ട് നീല അണക്കത്തെ കൊമ്പ് എന്തോ ഒരു അതെന്തോ സാധനം സംഭവം. ഞാൻ എന്താ കാലും കാവച്ച് വെച്ച് നിക്കുന്നു. കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. മുടിയൊക്കെ നരച്ച് താടി കുഴിയിലോട്ട് കാലിലിട്ട് ഇരിക്കുക കള്ളക്കളവൻ. ഡൈനോസറാ? അതിനടുത്തോട്ട് ചെല്ലല്ലേ, അത് അടിച്ച് അച്ചിലാക്കി തരും. ഒറ്റയടിക്ക് നമ്മള് തേയും. പച്ച പുൽച്ചാടി കുണങ്ങി പോകുന്ന നമുക്ക്. മരം വെട്ടണം നമുക്ക്. എനിക്ക് വിശക്കുന്നറ ഹംഗ്രി. എനിക്കും വിശക്കുന്നു. എനിക്ക് എനിക്ക് അടിക്കാൻ പറ്റത്തില്ല. ക്യാമ്പ് നമുക്ക് ഉടുപ്പ് വാങ്ങിക്കണം. ഫുഡ് നമുക്ക് ഉടുപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞ ഗൈസ് ഒരു തേങ്ങ. അയ്യോ ഇപ്പൊ പോയാലും തറയില്ല. A few moments later. വീട് നമ്മുടെ വീട് പിന്നല്ല സെറ്റ്. നമ്മ കൊറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചായ ഇതിനൊക്കെ വെക്കാം. ബേസ് അപ്ഗ്രേഡ് ഫാസ്റ്റ് ട്രാവൽ. ഓക്കെ ബേസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ബേസ് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മുടെ പോയിന്റ് ഇല്ല. വുഡൻ ചെസ്റ്റ് വേണം. ഒരു വുഡൻ ചെസ്റ്റും ഒരു ഡിപ്ലേ വർക്ക് പാൽ ടു ബേസ്. എടാ നിന്റെ ഫുഡ് ഉണ്ടോ? എനിക്ക് ഇതാകുന്നു. എനിക്ക് 200 സംതിങ് ഹെൽത്തേ ഉള്ളൂ. വെയിറ്റ് ഡ്രസ്സിംഗ് ഫെസിലിറ്റി. ഇനി സ്റ്റോറേജ് വുഡൻ ചെസ്റ്റ് ഇവിടെ ഉണ്ടാക്കട്ടെ. നമുക്ക് കുറെ സ്റ്റോറേജ് വെക്കണം. നമുക്ക് കുറെ ഓർസ് ഉണ്ട്, അതെല്ലാം വെക്കണം. ഇതെല്ലാം ടെക്നോളജി അല്ലേ? ബീഞ്ഞൊക്കെ അത് ബിൽഡ്. എടാ എന്നെ റിവൈവ് ചെയ്യ്. എനിക്ക് എന്തോ പറ്റി. അത് നീ ചത്തു. നിന്റെ ഹെൽത്ത് മൊത്തം പോയി. പെട്ടെന്ന് റിവൈവ് ചെയ്യുക. നമുക്ക് രാത്രി കോഴിക്കോട്ടന്മാരൊക്കെ അങ്ങ് ഇറക്കി വിട്ടാലേ. എനിക്ക് ഇത് വേണ്ട. അവിടെ എന്ത് വീടാണോ? ഏതാടാ? ഇങ്ങനെ ആർക്കറിയാം. അവിടെ വീടാണോ? ഇങ്ങനെ എന്റെ അടുത്തന്നെ. എവിടാ നീ? അവിടെ എന്താ വീടാണോ? എടാ രാവിലെ വരും തണുപ്പങ്ങ് മാറി. പൊന്നെ സമാധാനം ഇങ്ങനെ അവരത് എന്റെ തന്നെ വീടാണോ പൈസ? അതോ അങ്ങ് കൊള്ളാലോ സ്ഥലം. നമുക്ക് അടിച്ചു പറ്റിയല്ല വീട്. ഓ രാവിലെ ആവട്ടെ. ആദ്യം കണ്ണ് കാണട്ടെ. നമുക്ക് ഇവിടെ കണ്ട നീല കളർ കത്തി വെക്കുന്ന നമ്മുടെ ബേസ് എന്ന് പറഞ്ഞ് ഇതാക്കാനാ. ഇവിടെ ഒരു തെണ്ടികളും വരത്തില്ല. കാട്ടുവാസി ഇല്ലടാ. എടാ മറ്റേ മുട്ട സാധനം വരുന്നു. അളിയാ ഞാൻ തേഞ്ഞ്. അളിയാ വിശന്ന് ചത്തുപോയടാ. ഞാൻ എന്തൊരു ചെയ്യൂളിയാ. അവരത് രക്ഷിക്കട്ടെ. നന്മയുള്ള ലോകമേ
ആക്സസ് ദ പാല് ആൻഡ് സമൻ. വയസ്സാക്കാലെന്ന് ഓർക്കണം കേട്ടാ. അങ്ങനെ നമ്മള് രാവിലെ ആയിട്ടുണ്ട് അല്ലേ? എന്റെ പാല് കുഞ്ഞുങ്ങളെ ഇറക്കി വിടട്ടെ. പോയി എന്തെങ്കിലുമൊക്കെ നീ കണ്ടുപിടിച്ചോണ്ടോ. സ്റ്റാർവിംഗ് ആണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ? എടാ ഇവന്റെ പഴം ഇങ്ങനെ നിക്കി നോക്കിയേ. നമുക്ക് എന്താ 50 എന്തോ സാധനം വേണം. എന്താന്ന് അറിയത്തില്ല. കൊമ്പ കിട്ടും. കൊമ്പം ബുള്ളറ്റൊക്കെയാ. നോക്ക് സെറിഞ്ച് എന്താ ഇതൊക്കെ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. ഇതിനകത്ത് ഇവരെന്തോ ഒരു സാധനം പറയുന്നുണ്ട്. എന്തോ ഇതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്ന സാധനം വേണം. ഗോൾഡ്. ഓക്കെ ഗോൾഡ് വേണം നമുക്ക്. അപ്പൊ ഇതിനകത്ത് ഗോൾഡ് ഒക്കെ ഉണ്ട് കേട്ടെ നമുക്ക്. അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് ഇവനോട് ട്രേഡ് ചെയ്ത് സാധനങ്ങളൊക്കെ മേടിക്കാം. എന്റെ പാല് ഫൈറ്റ് ചെയ്തടാ. എന്റെ പാല് ഓ പിന്നല്ല പാല് മുത്തുകളെ. ഫൈറ്റ്. ഓക്കെ ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റ് ചെയ്യാം നമുക്ക്. എടാ നമ്മള് ശരിക്കും പുരോഗമനിച്ച് വരുവാ. അത് തന്നെ അത് വരുവാ. കൊറേ നമ്മളിപ്പോ തന്നെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കി. നമുക്ക് ഒരു സാധനം അറിഞ്ഞൂടെ ഇതിന്റെ അകത്ത്. പക്ഷെ നമ്മള് കൊറേ സാധനം ഉണ്ടാക്കി. നമുക്ക് ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിന് ഫ്ലവർ വേണം. വെള്ളത്തിയാട് പോന്ന് അതറിഞ്ഞൂടെ പുള്ളേ. ഓക്കെ ഞാൻ എന്റെ പൂച്ചക്കുട്ടീനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പയ്യനെ ഇറക്കി വിടാം. ഓടിപ്പോയിട്ടോ. ഞാൻ ഇത് ബിൽഡ് ചെയ്യട്ടെ. എടാ എന്റെ ബാക്കി ഒരുത്തം വന്നെന്ന് എന്തോ കാണിക്കുന്ന. അവൻ ബിൽഡ് ചെയ്യുന്നു. അവനും ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് ചിരിക്കുന്നു നോക്കിയ കുഞ്ഞ്. നല്ല ഇതാരു. എന്റെ ചിക്കൻ ഓടിപ്പോന്നു. ഫാസ്റ്റ് ബോയ്. ഞാൻ ഇവിടെ ഷീപ്പിനൊക്കെ തല്ലി. 15 അപ്പൊ നോക്കണ്ട. നമുക്ക് 4 ഉള്ളു. അടിക്കാൻ പോവാണ്. 3, 2, 1 കുല്ലി അത്രേ ഉള്ളു. അടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഫയർ ബട്ടൺ. യോ എന്റെ കൊച്ചു ഡാമേജ് ആയി. ഞാൻ അവനെ അടിച്ചേർക്കട്ടെ. ഓ ശിവനെ. നമ്മളങ്ങനെ ആദ്യമായിട്ട് ചത്തിരിക്കാണ്. ഡിഫീറ്റ്. സീനില്ല. പെട്ടെന്ന് വരാം. നമ്മുടെ താഴെ തന്നെയാണ് സാധനം. 2 seconds later. അതെ എന്തോ ഒരു ബോള് കബാബ്. അത്ര തന്നെ. ചത്തു കിടക്കുന്ന സാധനമല്ലേ. പാനൊക്കെ കണ്ടാ. അത് കണ്ടാ നമ്മള് ഷെഫായി. എടാ നീ നമുക്ക് ഒരു വീടുണ്ടാക്കിയല്ലേ? എന്ത് പറയുന്നു? ഞാൻ പണി തുടങ്ങി വച്ചാനെ. നല്ല സെറ്റ്. എന്തോടാ വീട് വീട് ആവുന്നേ ഉള്ളു. നീ അഴക് പന്നി. ഇതെങ്ങനെയാണ്? ഇതാണ് ഞാൻ അപരാധി കൊണ്ടുള്ള ഗുണം. കണ്ട നമ്മൾ പണി അടുപ്പിക്കും. ഞാൻ ഇവിടെ കൈ കണ്ട നോക്കി വേണേ ഇവനും കൂടെ സഹായിക്കും. നിന്റെ എനിക്ക് വേണ്ട. എന്റെ പെറ്റി നിന്നെ സഹായിക്കത്തില്ല. നിന്റെ ബാക്കി നോക്കിയേ ബവാൽ. ഇത് കുറച്ച് മുട്ട സ്റ്റെയർ ആയി പോയി. നമുക്ക് സ്റ്റെയർ വേണ്ട. അതെ അമ്മേ അളിയ ഇത് റൂഫ് ഒന്നും അല്ലേ ഏട്ടാ. അത് വേറെന്തോ സംഭവമാണ്. ഇതെന്നത്തെ വീടല്ലേ പെട്ടിക്കട. ഇവിടെ അവരത് ബിസ്ക്കറ്റ് വെക്കും. പാല് വെക്കും. എടാ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണോന്ന് തോന്നുന്നു കേട്ടാ അളിയ. വീടിന്റെ ഡോറ് ഇവിടെ വേണ്ട. വെട്ടിക്കള. ഇതല്ല. ഇതിപ്പോ എങ്ങനെ എടുക്കും നമ്മള്? എനിക്കറിയത്തില്ല. എടാ 500 എടുത്താ. വെയിറ്റ് ഞാൻ അകത്ത് കയറിട്ട് വലിഞ്ഞാ കയറുന്നു. ഡേയ് എവിടെ പോന്നു വലിഞ്ഞ് കളവാ. വയസ്സാക്കാലത്തുള്ള ഇതൊക്കെ നോക്കണേ. നമ്മളിത് ഡ്രോപ്പ് ചെയ്തോട്ടെ. അറിയാലോ. പന്നി സെപ്പറേറ്റ് റൂം. അതെ നമുക്ക് ബുദ്ധി ഇല്ലാതില്ലാതൊന്നുമില്ല. ഗെയിമിംഗ് റൂം എന്ത് പറയും? അതെ പിന്നെ അല്ല നമ്മള് ഗെയിമിംഗ് റൂം അവന്റെ. നമുക്ക് ഇവിടെ ഇങ്ങനെ അടയ്ക്കാം. എന്നിട്ട് നിന്റെ മുറിക്ക് വെളിച്ചവും വെട്ടമൊന്നും വേണ്ട. ഇൻസഫിഷ്യന്റ് മെറ്റീരിയല്. വാ പോയി മരം മുറിച്ചിട്ട് വരാം. എന്റെ ഉണ്ട്. എന്റെ 46 ഉണ്ട്. എന്നാ ബിൽഡ് അങ്ങോട്ട്. അതെങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നീ അങ്ങോട്ട് ബിൽഡ് ചെയ്യും. എനിക്ക് ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ ഞാൻ എടുക്കാം. സീനില്ല.
നമ്മുടെ വീട് പണി എങ്ങനെ കഴിയാറായി, നമുക്ക് ബെഡ് വെച്ച് കിടന്നങ്ങ് ഉറങ്ങുക. എനിക്ക് വീടുണ്ടാക്കാൻ അറിയാം, എനിക്ക് വീടുണ്ടാക്കാൻ അറിയത്തില്ല, നമുക്ക് ഇങ്ങനെ പാലുകളെ തല്ലിക്കൊല്ലാം. അപ്പൊ നിനക്ക് ഇതുവഴി ഇങ്ങോട്ട് കേറാം, എന്നിട്ട് അകത്ത് കയറി പോവാൻ സീനാണ്. പിന്നെ ബാക്കി വീടിനുള്ള കാര്യങ്ങള് ബാത്റൂം ഒക്കെയല്ലേ. എടാ കുളിക്കണമെങ്കിൽ വെളിക്കിരിയടാ, പോയി കാടല്ലേ അങ്ങോട്ട് കിടക്കുന്നത്. അത് ശരിയായി, നമ്മള് കാട്ടുവാസികളാണ്, കാട്ടുവാസികൾ. അതെ നോക്കിക്കളാ മൊണ്ണു കൊടുത്തോണ്ട് നമ്മക്ക് ഇനി മുകളിലത്തെ റൂഫ് സെറ്റ് ചെയ്യണം. റൂഫ് സെറ്റ് ചെയ്യണമെങ്കിൽ റൂഫ് ആവണം. എടാ ഇത് നോക്കടാ, ഇതൊക്കെ നോക്കടാ, നമ്മ സീനാണ് ഇപ്പൊ ഇവിടെ. കുറച്ച് ബുദ്ധിമുട്ടിയെന്നേ ഉള്ളു, എന്നാലും സീനിൽ നമ്മള് സാമ്രാജ്യം പണിയാൻ തുടങ്ങി. എടാ വീട് നോക്കടാ, വീട് സെറ്റായി. ഓ സ്റ്റെയർ ആയ സെറ്റ്. എടാ നിന്റെ റൂം ഇത്, നിനക്കൊരു പൊടി റൂം, പക്ഷെ ബാക്കിയുള്ള സ്ഥലം എല്ലാം എന്റെയാണ്. എന്താ എങ്ങനെ? അതെ അങ്ങനെ ഇത് കണ്ട കൈയിരിക്കുന്ന കോടാലിയാണേ. എടാ ഞാൻ ഈ സൈഡിലായിട്ട് ഒരു ബെഡ് വെച്ച് പിടിപ്പിക്കട്ടെ. നീ മാറിയില്ലേ? നമുക്കിത് റൂം വേറെ ഗെയിമിംഗ് റൂം ഒക്കെ എടുക്കാം. അല്ല നമുക്ക് റൂമിൽ ബെഡ് വെക്കാം. റൂം ഉറക്ക്. ഓക്കേ സെറ്റ്. നടുക്കായിട്ട് ബെഡ് ഇടാം. അങ്ങനെ അവിടെ വീട് സെറ്റ് ആയി. പിന്നെ അല്ല സ്റ്റെയറും എല്ലാം വെച്ച് രാത്രിയായി വരുന്നത് കറക്റ്റ് സമയം, നമുക്കിപ്പോ ഉറങ്ങാം. സീൻ. ഓ എഫ് കഴിഞ്ഞ സ്ലീപ്പ്. ഞാൻ കിടന്ന് എടാ നിനക്കിനി ബെഡ് ഉണ്ടാക്കണം. നീ എന്തോ ചുമരി കയറിയിരിക്കുന്നത്? ഞാൻ ചുമരി കയറിയാ. എനിക്ക് വേണേ നിന്നെ അവിടെ എത്തി നോക്കാം. ഞാൻ വേറൊരു ബെഡും കൂടെ ഉണ്ടാക്കാം. ഞാൻ പോയി കുറച്ച് മരവും കൂടെ മുറിക്കട്ടെ. എടാ ബെഡ് ബിൽഡ് ചെയ്ത് ഞാൻ ഇവിടെ അടിക്കുന്നു. അപ്പൂപ്പന് കോങ്കണ്ണ്. ഇവിടെ എന്റെ ബെഡ്. നീ ആ ബെഡ് കിടാ, ഞാൻ ഈ ബെഡ് കിടക്കാം. കഥ ഒന്നും അടയ്ക്കാ കിടന്നുറങ്ങുവാണ്. കിടന്നോ രാവിലെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ അല്ല കൊക്കരക്കോ സെറ്റ്. ഓ രാവിലെ സെറ്റ്. ഓക്കെ എടാ ഈ വീട് നോക്കണ്ട, നമ്മുടെ ഈ വീട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആർക്കും പാലോട്ട് പറ്റിയ ഈ വീടൊക്കെ എങ്ങനെ മാറ്റി അറിയാമെങ്കിൽ ഒന്ന് പറയാം. നമ്മളിവിടെ മരം ഇങ്ങനെ വെട്ടിയിട്ടൊന്നും നടക്കുന്നില്ല. അതെ വെട്ടിയിട്ട് കുറച്ച് പാടാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ രണ്ട് അങ്ങനെ ഇവിടെ വന്ന് ഫസ്റ്റ് എന്നെ കയറി വീടൊക്കെ അങ്ങനെ ഉണ്ടാക്കിയല്ലേ. അപ്പൊ നമ്മുടെ അപ്പൂപ്പനും കൊച്ചുമോന്റെ സീരീസ് ഇനിയും വരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് കഴിച്ച് പൊട്ടിക്കുക എന്റെയും അവരാത്തിന്റെയും ചാനലൊക്കെ. ഓക്കെ അപ്പൊ എന്തായാലും ഇതിന് നമുക്ക് ചില അടിപൊളി വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.